അവിടെ ഇങ്ങനെ സ്വന്തമായി കഴിവുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് മുജാഹിദിന്റെയും മുജാഹിദിന്റെ തഫ്സീറൊന്നും പോകണ്ട. നിങ്ങളിപ്പം പറഞ്ഞ റാസിയിലെ തന്നെ നോക്കിയാൽ മതി ഈ ആയത്തിനുള്ള വ്യാഖ്യാനം. റാസി പറയുന്നത് മക്കാ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളെയും അവരെ നേതാക്കന്മാരെയും അമ്പിയാക്കളെയും നേതാക്കന്മാരെയും ആരാധിച്ചു, അങ്ങനെയുള്ള വാക്കുണ്ട്. നിങ്ങൾ തഫ്സീർ റാസി തന്നെ എടുക്കൂ. പല വ്യാഖ്യാനം പറഞ്ഞെടുക്കുക. ഇന്നഹു വലഹു ആദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അൻബിയാഹി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ശരിക്കും അവിടെ പറയുന്നുണ്ട്. ഉസ്താദ് തന്നെ ഒന്ന് വായിച്ചാൽ മതി. ഇത് ലാസ്റ്റ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം കസീറൻ മിനൽ ഖൽഖ് ധാരാളം പടപ്പീങ്ങള് മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നത്. എന്ത് വിശ്വാസത്തിന്റെ മേലെ? അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് ആദരിക്കുന്നതിന് ഇത് ഈ മുശ്രിക്കുകളുടെ ഇതിനോട് തുല്യമാണ് എന്ന് റാസി തന്നെ പറയുന്നുണ്ട്. റാസിന്റെ ആ ഭാഗം ഉസ്താദിനെ വായിക്കാം. റാസിന്റെ ഭാഗം വായിക്കുന്നതിന്റെ മുമ്പ് ഇയാൾ തുടങ്ങിയത് ഒരു മുഖവേരയോട് കൂടെയാണല്ലോ. മക്കാ മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ അവരുടെ ഇലാഹുകൾക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, വിശ്വസിച്ചില്ല എന്ന് ഇയാൾ പറഞ്ഞല്ലോ. ഇത് ലോകത്ത് ഒരു പണ്ഡിതനും പറയാത്ത വാദമാണ്. ഒരാളും ഈ അഭിപ്രായപ്പെട്ടിട്ടില്ല. പോരാ, റാസി ഇമാമ് ആ വിഷയം പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിച്ചു. അതും പോരാത്തതിന് അമാനി മൗലവി മലയാളത്തിൽ എഴുതിയതും വായിച്ചു. ഇതിന് ഇയാൾക്കൊന്നും പറയാനില്ലല്ലോ. അപ്പോഴത്തേക്ക് ഇയാൾ എന്ന ഉദ്ധരണിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അവിടേക്ക് നീങ്ങാനായില്ല. അവിടേക്ക് നീങ്ങുന്നതിന്റെ മുമ്പ് ഇമാം റാസി തങ്ങളുടെ വിശദീകരണം ഒന്നുകൂടി കേട്ടോളൂ, ഒന്നുകൂടി നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിച്ചോളൂ. അല്ലാഹുവിന്റെ സമ്മതത്തിലേക്ക് ആവശ്യമില്ലാതെ അള്ളാന്റെ സമ്മതം വേണ്ട, അള്ളാന്റെ അനുവാദം വേണ്ട, അനുവാദമില്ലാതെ ശുപാർശ പറയും, ശുപാർശ ചെയ്യും. ഇത് സ്വന്തമായ കഴിവാണോ? അല്ലേ? ഇവിടെ ഈ പോയിന്റിൽ നിന്ന് അല്ലാന്നോ ആണെന്നോ പറഞ്ഞതിന് ശേഷം നമുക്ക് ഖുബൂരിൽ അക്കാബരിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചത്. അതിനെതിരായി നിങ്ങൾക്ക് ആയത്തുണ്ടോ? അതിനെതിരായി നിങ്ങൾക്ക് ഹദീസുണ്ടോ? അതിനെതിരായി പണ്ഡിതന്മാരുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇത് തീർന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടപ്പ് അതോടുകൂടെ തന്നെ ഊരി. പ്രിയപ്പെട്ട മുജാഹിദിന്റെ മൗലവിമാരോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഞാൻ ആകെ ഒരു അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വിഷയം. ഉദാഹരണത്തിന് ഉസ്താദ്മാർ പറഞ്ഞ പോലെ മുഹ്യിദ്ദീൻ ഷെയ്ന, അതേപോലെ കണ്ട ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മൾ സഹായം ചോദിക്കലുണ്ടല്ലോ, ആ വിഷയം വളരെ ഒരു ശങ്കയുള്ള ഒരു വിഷയമായിരുന്നു അത്. പക്ഷെങ്കിൽ അതിനെപ്പറ്റി ഉസ്താദ് വളരെ വിശദമായിട്ട് ഖുർആനായത്ത് ഓതിക്കൊണ്ട് വിശദീകരിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക ദൈവം എന്ന നിലക്ക്, ഇലാഹ് എന്ന നിലക്ക് വിളിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഖുർആനായത്ത് ഓതിക്കൊണ്ട് ഇവിടെ പ്രതിപാദിച്ചു. പക്ഷെങ്കിൽ മുജാഹിദിന്റെ ബഹുമാനപ്പെട്ട മൗലവി അതിന് അനുയോജ്യമായ അല്ല വിളിക്കാമെന്നുള്ള ഒരു മറുപടി എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഞാൻ പല കല്യാണ വീട്ടിൽ നിന്നും പല സ്ഥലത്തുനിന്നും ഈ കാര്യത്തിന് വേണ്ടി മുജാഹിദിന്റെ ഒരു അനുഭാവിയായിക്കൊണ്ട് തന്നെ സംസാരിച്ച വ്യക്തിയാണ്. വീണ്ടും അങ്ങനെ ഒന്നും തുടർന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു മുജാഹിദ് പ്രവർത്തകനാകണം, ഹിദായത്തിലേക്കാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വലാത്തദ്റൂഹും എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണം മുജാഹിദിന്റെ മൗലവിമാർ ഇവിടുന്ന് തന്നാല് വളരെ നല്ലതായിരുന്നു. ഈ അവസരത്തിൽ അതാണ് പറയാം. അത് ചോദ്യം മുജാഹിദീങ്ങളോടാ, സ്റ്റേജിലേക്കല്ല.
അതായത് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാര് സാധാരണ ഉദ്ധരിക്കാറുള്ള ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതൊരു വലിയ പ്രമാണമാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു. അതുകൊണ്ട് അയാൾ മുജാഹിദിന് വേണ്ടി സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് സമർത്ഥിക്കാൻ ഇവിടെ കഴിയാത്ത രൂപത്തിൽ മുജാഹിദ് മൗലവി വിയർക്കുകയും വിറക്കുകയും ചെയ്യുന്ന രംഗം കണ്ടിട്ട് അതിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഇല്ലെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്ര നാൾ ശബ്ദിച്ചതിൽ നിന്നും പ്രവർത്തിച്ചതിൽ നിന്നും അനുഭാവിയായതിൽ നിന്നും അയാൾ മാറാനുള്ള അദ്ദേഹത്തിന്റെ ആ ആവേശം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.